മുന്നണി 99 നിന്നും 35ലേക്കും പാർട്ടി 67 നിന്നും 26ലേക്കും പതിച്ചതിന്റെ മൂന്നാം പക്കം പാർട്ടി സെക്രട്ടേറിയറ്റ് ചേർന്ന് പരാജയം വിലയിരുത്തിയിട്ടുണ്ട്. ജനത്തെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചടി വിലയിരുത്തുമെന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് പറഞ്ഞത്. ഈ 2 മാസം സഖാക്കൾക്ക് പറയാനുള്ളത് വിശദമായി കേൾക്കുമെന്നും പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നു. നല്ല കാര്യം. പക്ഷെ തലപ്പത്തെ പിഴവുകളിൽ തിരുത്തലുകൾ തലപ്പത്ത് നിന്ന് തുടങ്ങുമോ? തോറ്റമ്പിയ ദിവസം അനർഹമായ പരാജയമെന്നും വോട്ടർമാരുടെ ഉദാസീനതയും അരാഷ്ട്രീയതയുമെന്നും വിലയിരുത്തിയത് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജാണ്. UDFന് വോട്ട് ചെയ്തത് വിഡ്ഢികളാണെന്ന് വിലയിരുത്തിയത് മുൻമന്ത്രി MM മണിയാണ്. ഇന്നിതാ സംസ്ഥാന കമ്മിറ്റി അംഗവും ചർച്ചകളിലെ പാർട്ടി വക്താവുമായ K അനിൽകുമാറിന്റെ വിശകലനം വരുന്നു. UDFന്റെ 1 കോടിയുടെ വലിപ്പം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് മേൽ ചോദ്യങ്ങൾ ഉയർത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. കാരണം മതരാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയമാണ് UDFൽ മേൽക്കൈ നേടിയത്രേ. വെള്ളാപ്പള്ളി പറയുന്നതും ഇതുതന്നെയല്ലേ? കേരളത്തിൽ SARന് ഗുണഭോക്താവ് മുസ്ലിം ലീഗാണെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ കണ്ടെത്തൽ. മതരാഷ്ട്രീയം പിന്തുടരുന്നവർ അധികാരത്തിൽ തുടരുന്നത് അതിന്റെ പ്രച്ഛന്ന എതിരാളികളായ BJP മുതലെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അപ്പോൾ നിയമവും ചാത്തന്നൂരും കഴക്കൂട്ടവും BJP ആരിൽ നിന്നാണ് പിടിച്ചെടുത്തത്? കോഴിക്കോട് നോർത്തിൽ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രന്റെ ബൂത്തിൽ BJP മുന്നിലെത്തിയത് എങ്ങനെയാണ്? പയ്യന്നൂരും തളിപ്പറമ്പിലും ധർമ്മടത്തും സഖാക്കളുടെ വോട്ട് പോയത് എങ്ങനെയെന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? നാടെങ്ങും ഒരൊറ്റ മുഖം മുൻനിർത്തി നടത്തിയ പ്രചാരണത്തിനൊടുവിൽ ആ മുഖം ജനത്തോട് മുഖം തിരിക്കാമോ? പറയണ്ടേ പരാജയ കാരണം? പഠിച്ചോ പരാജയം എന്നതാണ് ചോദ്യം.